ഈ വർഷത്തെ SSLC ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു 4 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടില്ല. കാരണം എല്ലാ വർഷവും 2022 SSLC പബ്ലിക് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് ദ റൈറ്റ് ഫ്രേസസ് ഫ്രം ദി ദോസ് ഗിവൺ ബിലോ. ഈ 4 സാധനം കൊടുത്തിട്ട് ഇതെടുത്ത് ഫില്ല് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥമെല്ലാം അറിയോ? ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ അറിയോ? 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുമോ? ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, കുഴപ്പമില്ല. 2021 അതേപോലത്തെ ചോദ്യം, കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അടുത്ത് ഫില്ല് ചെയ്ത് പറഞ്ഞു. ഓക്കെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ല, പുട്ട് അപ്പ് വിത്ത് ഗോ ആണ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. 2020 2019 എല്ലാ വർഷവും 4 മാർക്കിന് ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഇവർ. അപ്പോൾ ഫ്രേസൽ വേർബ്സ് ഒരു ഗ്രാമറിൽ നിന്ന്, ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമർ പാർട്ടിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് പോകും. കൃത്യമായിട്ട് ചെയ്യാൻ അറിയുമെങ്കിൽ എന്തായാലും ആ 4 മാർക്ക് കിട്ടും. ലെറ്റർ റൈറ്റിങ്ങോ ഡയറി എൻട്രിയോ പോലെയല്ല, എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ മാർക്ക് കിട്ടുന്ന പരിപാടിയല്ല. സോ കൃത്യമായിട്ട് പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. എന്നാൽ ഒരു സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെയും കണ്ടാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഈ ഫ്രേസൽ വേർബ്സ് ഏറ്റവും സിമ്പിളായിട്ട്, എന്നാൽ പരീക്ഷയിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ആക്കി തരും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെയും കണ്ടാൽ ആ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കാരണം എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ വർഷവും 2018 അടക്കം എല്ലാ വർഷവും കഴിഞ്ഞ 4 വർഷങ്ങളിൽ എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ മക്കളെ, എന്താണ് ഈ സാധനം, ഈ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ ഇതാണ്, ഗിവ് അപ്പ്. ഇതൊരു ഫ്രേസൽ വേർബാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഗിവ് അപ്പിൻ്റെ അർത്ഥം എന്താണ്? ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ തരിക, അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. അപ്പോൾ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ മുകളിലേക്ക് തരിക എന്നാണോ? അല്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, ഗിവ് അപ്പ്, ഐ ഗേവ് അപ്പ്. ഞാൻ ഞാൻ SSLC A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എല്ലാ ഹോപ്സും ഐ ഗേവ് അപ്പ് ഓൺ മൈ ഹോപ്സ്, അല്ലെ ഐ എം ഗിവിങ് അപ്പ് ഓൺ മൈ ഹോപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ തോൽവി സമ്മതിക്കുക എന്നാണ്. ഞാൻ ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കുകയാണ്. അപ്പം ഈ 2 വേർഡ്സും ചേർത്ത് വെക്കുമ്പോൾ ഈ 2 വേർഡ്സിൻ്റെ ഇൻഡിവിജ്വൽ മീനിങ് അല്ലാതെ ഒരു പുതിയ മീനിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഗിവ് അപ്പ്, വിട്ടുകൊടുക്കുക, അയ്യോ പറ്റില്ല. അങ്ങനത്തെ ഫ്രേസസിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് വിളിക്കുക. ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ പറയാം ഇതെന്താണ്, ഇതൊരു സാധാരണ വേർബാണ്, പിന്നെ ഇതൊരു പ്രപ്പോസിഷനാണ്. ഒരു വേർബും സാധാരണ വേർബും ഒരു പ്രപ്പോസിഷനും കൂടി ചേരുമ്പോൾ അവർ രണ്ടുപേരുടെ മീനിങ് അല്ലാത്ത പുതിയൊരു മീനിങ് ഉണ്ടാക്കുന്ന സാധനമാണ് വിൽ ബി ഈക്വൽ ടു ഫ്രേസൽ വേർബ് എന്ന് എഴുതാം. ഇനി സാർ എനിക്കൊന്നും അറിയില്ല, പ്രപ്പോസിഷൻ എന്താണ്, വേർബ് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ടേൺ ഡൗൺ. ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്. അപ്പോൾ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് തിരിയാണോ? അല്ല. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഫ്രണ്ട് എന്നോട് നമുക്ക് അൽഫാം കഴിക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു. ഐ ടേൺ ഡൗൺ ദിസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഞാൻ റിജക്റ്റ് ചെയ്തു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഐ ടേൺ ഡൗൺ ദിസ് ഓഫർ, ഞാൻ ഐ റിജക്റ്റഡ് ദിസ് ഓഫർ എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആണ്, അല്ലാണ്ട് തിരിഞ്ഞ് താഴേക്ക് തിരിയാമെന്നല്ല. അപ്പം ഇതെന്താണ്? ഇതൊരു ഫ്രേസൽ വേർബാണ്. അപ്പം ഇങ്ങനത്തെ പല ഫ്രേസൽ വേർബ്സും ഉണ്ട്. ശരിക്കും നിങ്ങൾ ലിസ്റ്റ് എടുത്താൽ 500 കണക്കിന് 1000 കണക്കിന് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അപ്പോൾ സാർ ഇതെങ്ങനെ പഠിക്കുക? പരീക്ഷയിൽ ഇത് ചോദിക്കുമ്പോൾ ഇതെല്ലാത്തിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇതിൻ്റെ മീനിങ് ഓരോന്നിൻ്റെ മീനിങ് പഠിച്ചാൽ പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ സാർ എങ്ങനെ ഇത് പഠിക്കുക? മക്കളെ, നിങ്ങളുടെ പരീക്ഷയിൽ SSLC പബ്ലിക് പരീക്ഷയിൽ ചില സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ്സേ വരുള്ളൂ. വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഫ്രേസൽ വേർബ്സ് അവർ ചോദിക്കുള്ളൂ. കാരണം അവർക്കും അറിയാം നിങ്ങൾ വലിയ ഇംഗ്ലീഷ് സ്കോളറൊന്നുമല്ല. അപ്പോൾ ആ ഒരു പ്രത്യേക ഫ്രേസൽ വേർബ്സിന് അതൊന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാത്രം എങ്ങനെയാണെന്ന് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. ഡെഫിനേഷൻ പഠിച്ചിട്ട് കാര്യമില്ല, അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം. അത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പരീക്ഷയിൽ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി തരാം. അതിന് നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലും കൂടി നമുക്ക് ഓരോരോ ഫ്രേസൽ വേർബ്സ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നമുക്കൊരു ജേർണിക്ക് പോവാം, ഒരു യാത്രയ്ക്ക് പോവാം, ഫ്രേസൽ വേർബ്സ് പഠിക്കാനുള്ള യാത്ര. അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ആദ്യം ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ മെല്ലെ മെല്ലെ നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം. മദർ റിജക്റ്റഡ് ദ ചിൽഡ്രൻസ് റിക്വസ്റ്റ് ഫോർ ഗോയിങ് ഔട്ട്. ഫൈനലി ദേ വർ അലൗഡ് ടു പ്ലേ വിത്തിൻ ദി കോമ്പൗണ്ട്. അപ്പോൾ ആദ്യം എന്തോ മദർ റിജക്റ്റ് ചെയ്തു, എന്തോ റിക്വസ്റ്റ്, കുട്ടികൾ ചോദിച്ചു കളിക്കാൻ പോട്ടെ, നമ്മൾ സമ്മതിച്ചില്ല. അപ്പോൾ ഈ റിജക്റ്റഡ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ഈ കുറേ ഫ്രേസൽ വേർബ്സ് ഒന്നുണ്ട്. ഗിവ് അപ്പ്, സെറ്റ് ഔട്ട്, ടേൺ ഡൗൺ, പുട്ട് ഓൺ, മേക്കപ്പ്, മേക്ക് ഔട്ട്, കുറേ കൊടുത്തിട്ടുണ്ട്. ആ റിജക്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ കൊടുത്ത എഴുതിയ സാധനം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രേസൽ വേർബ് വെച്ച് റിപ്ലേസ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ പണി. അപ്പോൾ ഏത് വെച്ചത് നിങ്ങൾ റിപ്ലേസ് ചെയ്യും. അപ്പോൾ അതിന് ഓരോന്നിൻ്റെയും മീനിങ് നമുക്ക് എല്ലാം ആലോചിച്ച് നോക്കാം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റോപ്പ് മേക്കിംഗ് എൻ എഫേർട്ട്, അഡ്മിറ്റ് ഡിഫീറ്റ്, ഐ ഗേവ് അപ്പ്, ഞാൻ തോൽവി സമ്മതിച്ചു. റിജക്റ്റിന് പകരം അതല്ല, റിജക്റ്റ് എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുകയാണ്, അതല്ല. അപ്പോൾ ഗിവ് അപ്പ് അല്ല. പിന്നെ സെറ്റ് ഔട്ട് ആണോ? സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബിഗിൻ എ ജേർണി, ഐ സെറ്റ് ഔട്ട് ടു ദി സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അതല്ല. ടേൺ ഡൗൺ ആണോ? ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്ട് സംതിങ് ആണ്. അപ്പോൾ നമ്മൾ പറയണം ദ മദർ റിജക്റ്റഡിന് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫ്രേസൽ വെർബ് എന്നാണ് ടേൺ ഡൗൺ ആണ്. അപ്പോൾ ടേൺ ഡൗൺ ഉപയോഗിക്കുക. അപ്പോൾ മദർ ടേൺ ഡൗൺ ദ ഓഫർ എന്ന് പറഞ്ഞാൽ പോരാ, റിജക്റ്റിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്, റിജക്റ്റഡ് അല്ലേ. അപ്പോൾ നമ്മൾ ടേൺ ഡൗണിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. സോ എ വിൽ ബി ടേൺഡ് ഡൗൺ, ദ മദർ ടേൺ ഡൗൺ. ടേൺ ഡൗൺ അല്ല, ടേൺഡ് ഡൗൺ. എന്നാൽ പാസ്റ്റ് ടെൻസിലാണല്ലേ, മദർ റിജക്റ്റ് ചെയ്തു, റിജക്റ്റഡ്, ടേൺ ഡൗൺ. പാസ്റ്റ് ടെൻസിലേക്ക് ആക്കിയാൽ മതി ദിസ് ഈസ് സംതിങ്. അപ്പോൾ ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റഡ് ആണെന്ന് എല്ലാവരും ഓർത്ത് മദർ ടേൺ ഡൗൺ. ഓക്കെ. ദ ചിൽഡ്രൻസ് റിക്വസ്റ്റ് ഫോർ ഗോയിങ് ഔട്ട്. ഫൈനലി ദേ വർ അലൗഡ് ടു പ്ലേ വിത്തിൻ ദി കോമ്പൗണ്ട്. ദേ സ്റ്റാർട്ടഡ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. സ്റ്റാർട്ടഡിന് എന്താണ്? ദേ സെറ്റ് ഔട്ട് എന്ന് പറയാം, ടു ബിഗിൻ എ ജേർണി. ജേർണി ആവണമെന്നില്ല, ടു സ്റ്റാർട്ട് സംതിങ്. അപ്പോൾ സെറ്റ് ഔട്ട് വേണം ഉപയോഗിക്കാം. സോ ദേ സ്റ്റാർട്ടഡ് എന്ന് പറയാൻ നമുക്ക് പറയാം ദേ സെറ്റ് ഔട്ട്. ദേ സെറ്റ് ഔട്ട്. Okay, they set out to play hide and seek. Okay. Ravi hid in a shed. Ravi ഒരു ഷെഡിൽ പോയി ഒളിച്ചിരുന്നു. And could not understand what was happening on stage. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് നമ്മൾ റിപ്ലേസ് ചെയ്യണം. ഗിവ് അപ്പ് പറ്റില്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തു എന്നാണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ആണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും എടുത്തിട്ടു. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ തന്നെ എടുത്ത് എന്തെങ്കിലും പ്ലേസ് എ ഗാർമെന്റ്, പീസ് ഓഫ് ജ്വല്ലറി എന്തെങ്കിലും പിടിച്ചിട്ടു. ഐ പുട്ട് ഓൺ എ ജാക്കറ്റ് എന്ന് പറയും. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് എ സ്റ്റോറി. ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ചെയ്തു, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്തു അല്ലേ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ് വിത്ത് സം ഡിഫിക്കൽട്ടി ടു സീ ഓർ ഹിയർ സംതിങ്, ടു ഹിയർ സമ്മൺ ഓർ സംതിങ്. അതായത് മനസ്സിലാക്കുക, ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഐ എം ട്രൈങ് ടു മേക്ക് ഔട്ട് വാട്ട് യു ആർ സെയിങ്. അലക്സ് സാർ പറയുന്നത് ഐ എം ട്രൈങ് ടു മേക്ക് ഔട്ട്, അതായത് എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്, ബുദ്ധിമുട്ടി. അപ്പം ആലോചിച്ച് നോക്കി. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട്. അണ്ടർസ്റ്റാൻഡ്, മേക്ക് ഔട്ട്. ഓക്കെ, സിമ്പിൾ. അപ്പം മനസ്സിലാകണ്ട, മെല്ലെ മെല്ലെ മനസ്സിലായിക്കോളൂ നിങ്ങൾക്ക്. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടി മനസ്സിലാക്കാം. ഹി കുഡ് നോട്ട് ബുദ്ധിമുട്ടി മനസ്സിലാക്കൽ. ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. What was happening outside? When he came out, the other children had abandoned. Abandoned എന്താ ഉപയോഗിക്കുക? Abandoned hide and seek and had started again. അവർ ആ കളി നിർത്തി, അവർ ആ കളി ഗിവ് അപ്പ് ചെയ്തു എന്ന് പറഞ്ഞൂടെ, ഗിവ് അപ്പ്. സോ ദേ ഹാഡ് അബാൻഡൺ. ഇനി ശ്രദ്ധിക്കണം, ഹാഡ് അബാൻഡൺ എന്ന് വരുന്നു. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ഗിവ് അപ്പ് ആണോ വരിക, അതിൻ്റെ പാസ്റ്റ് ടെൻസായി ഗേവ് അപ്പ് ആണോ വരിക, അല്ലെ അതിൻ്റെ മുൻപായി ഗിവൺ അപ്പ് ഉണ്ട്. അപ്പോൾ ഹാഡോ ഹാവോ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ വേർഷൻ ഉപയോഗിക്കണം. ഗിവ്, ഗേവ്, മൂന്നാമത്തെ വേർഷൻ ഗിവൺ ആണ്. അപ്പം നിങ്ങൾ അത് എഴുതി അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പരീക്ഷ മാർക്ക് കിട്ടും. പക്ഷേ അതാണ് കറക്റ്റ് രീതി. ഹാഡ് ഗിവൺ അപ്പ്. അവരെന്താണ്? തോൽവി സമ്മതിച്ചല്ലേ, അത് നിർത്തി വെച്ച് പോയി. ഹാഡ് ഗിവൺ അപ്പ്. ഗിവൺ ഉപയോഗിക്കാൻ കാരണം ഇന്നുകൊണ്ട് ഗിവ് അപ്പ് സാർ ഹാഡ് ഗിവ് അപ്പ് എന്ന് ഉപയോഗിക്കുന്നതിന് തെറ്റാണത്. മാർക്ക് കിട്ടിക്കോളൂ, പരീക്ഷയിൽ മാർക്ക് കിട്ടിക്കോളൂ, നിങ്ങൾ കറക്റ്റ് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഹാഡോ ഹാവോ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ഇപ്പോൾ ഗിവ്, ഗെയ്വ് ആണ് രണ്ടാമത്തെ ഫോം, മൂന്നാമത്തെ ഫോമാണ് ഗിവൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർഗിവ്, നമ്മൾ ഫോർഗിവ് എന്ന് പറയും അല്ലേ, നമ്മൾ എന്താ ക്ഷമിച്ചു എന്ന് പറയും. ഫോർഗിവ് രണ്ടാമത്തെ ഫോം എന്താ? ഫോർഗേവ്. ഞാൻ ഫോർഗിവ് ചെയ്തു, ഓൾറെഡി ചെയ്തു, പാസ്റ്റ് ടെൻസിലാണ് ഫോർഗേവ് എന്ന് പറയും. മൂന്നാമത്തെ വേർഷനാണ് ഫോർഗിവൺ. ക്ലിയർ ആണല്ലോ? ശരി. ഐ ഹാവ് ഫോർഗിവൺ ഹിം, ഐ ഹാഡ് ഫോർഗിവൺ ഹിം, ഐ ഹാവോ ഹാഡോ വരുമ്പോൾ മൂന്നാമത്തെ വേർഷൻ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഇത്രയെങ്കിലും മീനിങ്സ് കിട്ടി. ഇനി നമുക്ക് 2-3 ചോദ്യങ്ങൾ ചെയ്താൽ എല്ലാം കിട്ടിക്കോളും നിങ്ങൾക്ക്. ഓക്കെ, 2 ചോദ്യങ്ങളോട് ഇതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും സാർ ഇത് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. മെല്ലെ മതി, നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ ചെയ്ത് ഓരോന്ന് പഠിച്ചെടുക്കണം. കാരണം ഓരോന്ന് പഠിച്ചെടുത്താലേ പരീക്ഷയിൽ ഇത് തന്നെ വരും, ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. റിപ്ലേസ് ദി അണ്ടർലൈൻ എക്സ്പ്രഷൻ വിത്ത് ദ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ദ പ്രാക്ടീസ്. ഇത്രയും ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കളെ ഈ ക്ലാസ്സിന് നോട്ട്സ് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രൈവിൻ്റെ ലിങ്കിൽ ആ നോട്ട്സ് കിട്ടും. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാരണം ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു എക്സ്പ്രസ് മൈ ഐഡിയാസ് വെരി വെൽ ഇൻ മൈൻഡ്. എക്സ്പ്രസ്, അതിന് നമുക്ക് എന്ത് വെച്ച് റിപ്ലേസ് ചെയ്യാം? ഗോ ഓൺ വെച്ച് റിപ്ലേസ് ചെയ്യാൻ പറ്റും. ഓരോന്നിൻ്റെയും ഇവിടെ ഞാൻ മീനിങ് കൊടുത്തു. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ എക്സ്പ്രസ് ആയിട്ട് ബന്ധമില്ല.
കോളോൺ എന്ന് പറഞ്ഞാൽ വിളിക്കുകയല്ല, ഫോൺ വിളിക്കുകയല്ല, വിസിറ്റ് സമ്മൺ, ആരെങ്കിലും സന്ദർശിക്കുകയാണ്. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എടുത്തിടുക, നമുക്ക് അറിയാതല്ല. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ് സംതിങ് എഫക്റ്റീവ്ലി, എക്സ്പ്രസ്. അപ്പോൾ എക്സ്പ്രസ്സിന് പകരം ഉപയോഗിക്കാവുന്ന സാധനമാണ് പുട്ട് അക്രോസ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു പുട്ട് അക്രോസ്. അപ്പോൾ ഇനി മുതൽ പുട്ട് അക്രോസ് എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എക്സ്പ്രസ് അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഐ പുട്ട് അക്രോസ് മൈ പോയിന്റ് വെരി വെൽ. ഞാൻ എൻ്റെ പോയിന്റ്, എനിക്ക് പറയാനുള്ള പോയിന്റ് ഞാൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എക്സ്പ്രസ് ചെയ്തു. ഹി വോർ ഇസ് ന്യൂ ബാഗ്, അവൻ എടുത്തിട്ടു. അത് നമുക്കറിയാലോ, പുട്ട് ഓൺ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പുട്ട് ഓൺ, പ്ലേസ് എ ഗാർമെന്റ് ഓർ പ്ലേസ് ഓഫ് ജ്വല്ലറി, അതായത് പുട്ട് ഓൺ, ഞാൻ എടുത്തിട്ടു. ഓക്കെ, പുട്ട് ഓൺ, സിമ്പിൾ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഐ തോട്ട് വി മസ്റ്റ് വിസിറ്റ് മൈ മദർ ഓൺ മൈ മേ. വിസിറ്റിന് വരെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, കോൾ ഓൺ. ഓക്കെ, കോൾ ഓൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, വിളിക്കുകയല്ല, ഇത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ചോദിക്കുന്നതാണ്, വിസിറ്റ് ചെയ്യുക. സോ ഐ തോട്ട് വി മൈറ്റ് വിസിറ്റ്, വി മൈറ്റ് കോൾ ഓൺ, വി മൈറ്റ് കോൾ ഓൺ മൈ mother on our way. I've got some gifts for her. Call on, visit ട്ടോ. We walked to the next beach to escape from the crows. ക്രോസ് നല്ല ക്രൗഡ് എന്നായിരിക്കും ഇല്ല. ഓക്കെ, എന്തിലോട്ടെ, കാക്കകളാണെങ്കിലും ക്രൗഡ്, മനുഷ്യന്മാരാണെങ്കിലും എന്തിലോട്ടെ. ഫ്രം ദി ബീച്ച് ടു എസ്കേപ്പ്. എസ്കേപ്പിന് വരെ എന്താണ് ഉപയോഗിക്കുക? പുട്ട് ഓൺ അല്ല, കോൾ ഓൺ അല്ല, പുട്ട് അക്രോസ് അല്ല, അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഗെറ്റ് അവേ, ടു ഗെറ്റ് അവേ ഫ്രം ദ ക്രൗഡ്സ്, ഗെറ്റ് അവേ. ഇതൊക്കെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കില്ല. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവർ കൊടുക്കും എപ്പോഴും ഓപ്ഷൻസ്. അല്ലാണ്ട് അത്രയും നമ്മളോട് ഇത്തിരി സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് പറയില്ല, അവർ ഓപ്ഷൻസ് കൊടുക്കും. ലാസ്റ്റുള്ള കോൾ ഫോർ ഉണ്ട്, അപ്പോൾ നോക്കാം ഇവിടെ പോകുന്നത്. ഇഫ് യു കണ്ടിന്യൂ ബിഹേവിങ് ലൈക്ക് ദിസ് യു വിൽ ലൂസ് ഓൾ യുവർ ഫ്രണ്ട്സ്. അതിന് രണ്ട് ഓപ്ഷൻ ഉള്ളൂ, ഒന്ന് ഗോ ഓൺ അല്ലെ കോൾ ഫോർ, ഏതെങ്കിലും ഒന്നായിരിക്കും. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂ എന്നാണ്. ഇഫ് യു ഗോ ഓൺ ബിഹേവിങ് ലൈക്ക് ദിസ് കണ്ടിന്യൂ, ഒന്നും ആലോചിക്കാനില്ല, ഗോ ഓൺ. അപ്പോൾ ഓർത്ത് വെച്ചാൽ ഇനി ഇഫ് യു ഗോ ഓൺ ഡൂയിങ് ദിസ് യു വിൽ എൻഡ് അപ്പ് ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ്. ഗോ ഓൺ. കോൾ ഫോർ മാത്രം ഉപയോഗിച്ചില്ല. കോൾ ഫോർ എന്ന് പറഞ്ഞാൽ പബ്ലിക്ലി ആസ്ക് ഫോർ ഓർ ഡിമാൻഡ് സംതിങ്. ഫോർ എക്സാമ്പിൾ, സെവറൽ ഓഫ് ദി ന്യൂസ് പേപ്പേഴ്സ് വെർ കോളിംഗ് ഫോർ ഹിസ് റെസിഗ്നേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഏതെങ്കിലും മിനിസ്റ്ററിനോ അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്ററിനൊക്കെ റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സിറ്റിസൻസ് ഒരു പ്രൊട്ടസ്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ദേ വർ കോളിംഗ് ഓഫ് ഫോർ ഹിസ് റെസിഗ്നേഷൻ. കോളിംഗ് ഓഫ്, കോൾ ഫോർ അല്ലെ, അല്ല കോളിംഗ് ഓഫ് അല്ല, കോളിംഗ് ഫോർ ഹിസ് റെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ, കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുക, പബ്ലിക്ലി ഡിമാൻഡ് ചെയ്യുക. ഐ കോൾ ഫോർ യുവർ റെസിഗ്നേഷൻ. ഓക്കെ, ഐ കോൾ ഫോർ ആൻ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഡിമാൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കോൾ ഫോർ എന്ന ഡിമാൻഡ്. കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ്. മെല്ലെ മനസ്സിലാവുന്നുണ്ടോ? ശരി, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ പബ്ലിക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഇനിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ്, കുറേ കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അമൽ ഹാസ് നെവർ ബിൻ, ഇവിടെ വരണമല്ലോ. അമർ ഹാസ് നെവർ ബിൻ ഏബിൾ ടു ഡാഷ് ഏർലി ഫ്രം ബെഡ്. അപ്പോൾ എണീക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അതിനെന്തായിരിക്കും? പുട്ടപ്പ് വിത്ത് അല്ല, പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. ഗെറ്റപ്പ്, റൈറ്റ് ഫ്രം അല്ല, ഗെറ്റപ്പ് അല്ല, ഐ ഗോട്ട് അപ്പ് ഫ്രം മൈ ബെഡ്, അത് തന്നെ സിമ്പിൾ. അപ്പോൾ ഇവിടെ ഗെറ്റപ്പ് ഉപയോഗിക്കണം. ഗെറ്റപ്പ്, ഏർലി ഫ്രം ബെഡ്. Though his mother would set the alarm clock, Amal simply turned it off and went back to sleep. എന്താണ്? അലാം ഓഫാക്കി കിടന്നുറങ്ങി, നമ്മളെല്ലാവരും പോലെ. Every morning he would dash late to school. He would put up with പറഞ്ഞാൽ ടോളറേറ്റ് ആണ്, അവിടെ മാച്ച് ആവുന്നില്ല. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉപയോഗിച്ചു. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്വിഷ് സംതിങ് ദാറ്റ് ഇസ് ബേണിങ്. എന്തെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാനാണ്, അല്ലെ പുട്ട് ഔട്ട് ദി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കാൻ വേണ്ടി ഓഫ് ആക്കാണ് ബേസിക്കലി. സെറ്റ് ഔട്ട് ഇറങ്ങി പുറപ്പെട്ടു. എവറി മോർണിംഗ് ഹി വുഡ് ഇറങ്ങി പുറപ്പെടൽ ലേറ്റ് ടു ദി സ്കൂൾ. ഹി വുഡ് സെറ്റ് ഔട്ട് ലേറ്റ് ടു ദി സ്കൂൾ. അടിപൊളി, സൂപ്പർ, അത് മനസ്സിലായി സാർ. സോ ഹി ഡാഷ് ദ ക്ലാസ് ലേറ്റ് എവറി ഡേ. സോ ഹി എന്തായിരിക്കും ഇവിടെ കൊടുക്കാത്ത വേറെ എന്തൊക്കെ അവിടെ ഉണ്ട്? സോ ഹി ഗെറ്റ് ഇൻ ടു അല്ലേ, ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറുന്നല്ലേ, സിമ്പിൾ. അതിൽ വലിയ ഭീകര മീനിങ് ഒന്നും എഴുതാനില്ല. ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ കയറുക. അപ്പോൾ സോ ഈ ഗെറ്റ് ഇൻ ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ പറയുകയാണെങ്കിൽ ഗോട്ട് ഇൻ ടു ദ ക്ലാസ്. ഇവിടെ ടി ക്യാപിറ്റൽ അല്ല കേട്ടോ. ടു ദ ക്ലാസ് ലേറ്റ് എവറി ഡേ. അപ്പോൾ ഗോട്ട് ഇൻ ടു ദ ക്ലാസ് എന്ന് പറയാം. ഗെറ്റ് ഇൻ ടുവിൻ്റെ പാസ്റ്റ് ടെൻസ്. അമൽ ന്യൂ വെൽ ദാറ്റ് ഹിസ് ക്ലാസ് ടീച്ചർ വുഡ് നോട്ട് ഡാഷ് വിത്ത് ദ സിറ്റുവേഷൻ. അതായത് ക്ലാസ് ടീച്ചർ എന്താണ്, ഇത് ടോളറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ടോളറേറ്റ് ചെയ്യാന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇവിടെയുള്ള പുട്ടപ്പ് വിത്ത് ഉപയോഗിക്കാം. കാരണം പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുന്നത്. അപ്പം അമൽ ന്യൂ വെരി വെൽ ദാറ്റ് ഹിസ് ടീച്ചർ വുഡ് നോട്ട് പുട്ടപ്പ് വിത്ത് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിത്ത് അവിടെ ഓൾറെഡി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എഴുതാം, കൊടുത്തില്ലെങ്കിൽ പുട്ടപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യാം.
അപ്പോൾ ഹി വുഡ് നോട്ട് പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യില്ല. ഐ തിങ്ക് ഷീ വുഡ് പുട്ട് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർ പുട്ടപ്പ് ചെയ്യായിരിക്കും, അവർ ടോളറേറ്റ് ചെയ്യായിരിക്കും സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ ഇത്രയും മതി. അപ്പം നിങ്ങൾക്കൊരു ബേസിക് ഫ്രേസൽ വേർബ്സിൻ്റെ ഐഡിയ കിട്ടിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രീവിയസ് ഇയർ ചോദ്യം കൂടെ ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്കും കൂടി ചെയ്യും, ഹോംവർക്ക് കൂടി തരും, അതിന് ആൻസർ ഞാൻ പറഞ്ഞുതരാം. അതും കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ വരാമെന്ന് ചെയ്യാൻ പറ്റും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ്. 2022 പബ്ലിക് എക്സാമിൽ വന്ന ചോദ്യം. ഫ്രേസൽ വേർബ്സ് സെലക്ട് ചെയ്തിടാം. ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ഡാഷ് മൈ കോട്ട് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദെം അപ്പ്. ഐ ഡാഷ് മൈ കോട്ട് ആൻഡ് മൈ വൈറ്റ് ഷർട്ട്. ഓക്കെ, ഞാൻ എടുത്തിട്ടു. എന്താണ്? ലേ ഡൗൺ. ഐ ലേ ഡൗൺ. ഗെറ്റപ്പ് അല്ല, അതെന്തായാലും ഉറപ്പാണ്, അതല്ല. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എനിക്കാണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്. ഐ ടോളറേറ്റഡ് മൈ കോട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ടേക്ക് ഓഫ്. ഞാൻ എടുത്ത് ഊരി അല്ലേ. ഐ ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഞാൻ ഊരി എൻ്റെ കോട്ട്. ഐ ടേക്ക് ഓഫ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ടുക്ക് ഓഫ്. ഓക്കെ, അതാണ് കറക്റ്റ്. ടുക്ക് ഓഫ്. സിമ്പിൾ, ബുദ്ധിമുട്ടില്ല. കണ്ടോ, പുട്ടപ്പ് വിത്ത് നമുക്ക് ഓൾറെഡി അറിയുന്നതുകൊണ്ട് എളുപ്പമായി. ഗെറ്റപ്പ് നമുക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് എളുപ്പമായി. അല്ലെ പുട്ടപ്പ് വിത്ത് ആണോ എന്നൊക്കെ സംശയം വരും. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ആണ് നമുക്കറിയാം, അപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ട അറിയാം. അത് തീരാം. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ കാര്യം തീരുമാനമായി, അതിന് ഉപയോഗിക്കേണ്ട. ആൻഡ് വൈറ്റ് ഷർട്ട്. ഐ ഹാഡ് ടു ഡാഷ് എ ലോട്ട് ഓഫ് റാറ്റ്സ് ഹൂ വെർ റണ്ണിങ് അറൗണ്ട് ഇൻ മൈ റൂം. I had to lay down a lot of rats. സെൻസ് I had to get up a lot of rats തോന്നുന്നില്ല. I had to put up with, I had to tolerate. ആ സെൻസ് ഉണ്ടാകുന്നുണ്ടല്ലേ. I had to tolerate. എനിക്ക് സഹിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ, എനിക്ക് സഹിക്കേണ്ട വന്നു. I had to put up with a lot of rats who were running around my room. അപ്പോൾ put up with നമുക്ക് യൂസ്ഫുൾ ആയി പഠിച്ചത്. ഇങ്ങനെയാണ് പരീക്ഷയിൽ യൂസ്ഫുൾ ആവാൻ പോകുന്നത്. ഏതെങ്കിലും ഒന്നൊക്കെ യൂസ്ഫുൾ ആവുമായിരിക്കും, പക്ഷെ അത് മതി നിങ്ങൾക്ക്, കാരണം നിങ്ങൾക്ക് ഉറപ്പാണ് അത് അവിടെ വരുള്ളൂ. I dashed but I could not sleep. I lay down. ഞാൻ കിടന്നു. ലേ ഡൗൺ എന്ന് കിടക്കുക. ലേൻ്റെ പാസ്റ്റ് ടെൻസ് ലൈ ഡൗൺ ആണ്. സോ ഐ ലൈഡ് ഡൗൺ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റ് ടെൻസ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഐ ലേ ഡൗൺ എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, മാർക്ക് തന്നോളും, പക്ഷെ അത്ര അറിയുമെങ്കിൽ കറക്റ്റ് എഴുതും. ഐ ലൈഡ് ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. പിന്നെ അവസാനം ഗെറ്റപ്പ് ആയിരിക്കും. ഐ ഡാഷ് ആൻഡ് വെൻ ടു ദ വരാന്ത ഫോർ ഐ ഗോട്ട് അപ്പ്. ഗെറ്റപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ഐ ഗോട്ട് അപ്പ്. എല്ലാം പാസ്റ്റ് ടെൻസിൽ എഴുതാം കേട്ടോ. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻ ടു ദി വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഇതാണ് പരീക്ഷയിൽ വന്ന ചോദ്യം. അപ്പം ഇത് നിങ്ങൾ ഒന്നും ഈ ക്ലാസ് കാണാണ്ട് ഒന്നും പഠിക്കാണ്ട് നിങ്ങൾ പോയിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്നുണ്ടാവും, കാരണം നിങ്ങൾക്ക് പുട്ടപ്പ് വിത്ത് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ബാക്കി ടേക്ക് ഓഫ് എടുത്ത് ഡ്രസ്സ് എടുത്ത് ഊരുക, ടുക്ക് ഓഫ്, ഗെറ്റപ്പ്, എണീക്കുക, ലേ ഡൗൺ ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. പക്ഷെ ആ പുട്ടപ്പ് വിത്തിലായിരിക്കും കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് മൊത്തം ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയി പോകും, ചിലപ്പോൾ മൊത്തം തെറ്റിയേക്കാം. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഞാൻ ഹോംവർക്ക് ആക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി പബ്ലിക് എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. കണ്ട, ഇവിടെയും പുട്ടപ്പ് വിത്ത്, ഗോ ഓൺ, ടേൺ ഡൗൺ, ഈ സെയിം വേർഡ്സ്. കാരണം ഇത് തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത്. ഞാൻ വെറുതെ പോലും പറയുന്നില്ല. കണ്ടോ, പുട്ടപ്പ് വിത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോ ഓൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓക്കെ. ടേൺ ഡൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിജക്ട് ചെയ്യുക. ടേൺ ഡൗൺ എന്നാൽ റിജക്ട് ചെയ്യുക. ഗോ ഫോറും ടേൺ അപ്പും പഠിച്ചില്ല, ഓക്കെ. പക്ഷേ നമുക്ക് നോക്കാം, ഓക്കെ. ടേൺ അപ്പ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേൺ അപ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞു. ടേൺ ഡൗൺ പറഞ്ഞു. ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ റിജക്ട് ചെയ്യുക. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക. ഐ ടേൺഡ് അപ്പ് ഫോർ ദി മൂവി. ഞാൻ അവിടെ മൂവി കാണാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നു. ഇപ്പോൾ പഠിച്ചില്ലേ? ഇനി നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും നോക്കാം. ഒന്ന് നോക്കി, എൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് സ്വന്തം നിങ്ങൾ ആൻസർ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി, ഓക്കെ. lot of people ആണ്. A lot of people dash to watch the shooting of the film. എത്തിച്ചേർന്നു. turned up. ടേൺ അപ്പിന് പാസ്റ്റ് ടെൻസ് turned up. അപ്പോൾ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കാം. The film crew dash requesting the people to clear the field. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ആണ്, ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ടോളറേറ്റഡ് റിക്വസ്റ്റിംഗ് അല്ല. ഗോ ഫോർ ഉപയോഗിക്കാൻ പറ്റും. വെൻഡ് ഫോർ, ഗോ ഫോറിന് പാസ്റ്റ് വെൻ ഫോർ ദ, അത് സെൻസ് ഇല്ല അല്ലേ. ടേൺ ഡൗൺ ദ റിക്വസ്റ്റ്, ടേൺ ഡൗൺ റിജക്റ്റ് എന്നാണ് അല്ലേ. ടേൺ ഡൗൺ റിജക്റ്റ്, അത് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം. ഗോ ഓൺ, ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുക. ദ ഫിലിം ക്രൂ ഗോ ഓൺ, ഗോണിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ് ഓൺ. വെന്റ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേ വെന്റ് ഓൺ റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ്. മേക്ക് സെൻസ്. അപ്പോൾ അത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ഇതുപോലത്തെ ചോദ്യം ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നും, എനിക്കിത് കാണുമ്പോൾ ആദ്യം തന്നെ തോന്നി വിചാരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം തന്നെ തോന്നില്ല, സാർ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അത്രയും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് വായിച്ച് പോവുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല,
ഇത് ഏതാണ് ഓപ്ഷൻ എന്ന് മനസ്സിലാവുന്നില്ല, ഏതാണ് ഫില്ല് ചെയ്യേണ്ടത് മനസ്സിലാവും. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ അടുത്ത സെൻറ്റൻസ് വായിക്കും. ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വെയർ ഡാഷ് ബൈ ദ ബിഗ് ക്രൗഡ് ദാറ്റ് അസംബിൾഡ് ദെയർ. പക്ഷേ ഇവർ റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്രൗഡ് എന്ത് ചെയ്തു? പക്ഷേ എന്നാണ് പറയുന്നത്. പക്ഷേ ബട്ട് ഓൾ ഇവരിങ്ങനെ ആൾക്കാരോട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ലോജിക്കലി ആലോചിച്ച് നോക്കുക ക്വസ്റ്റൻ്റെ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കുന്നു? റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ, അതായത് ദ ഫിലിം ക്രൂ റിക്വസ്റ്റഡ് പീപ്പിൾ ടു ക്ലിയർ ദി ഫിൽ, എല്ലാവരോടും പോകാൻ പറഞ്ഞു. പക്ഷേ ബട്ട് ഓൾ ദ റിക്വസ്റ്റ് വെയർ ഡാഷ് ബൈ ദ ബിഗ് ക്രൗഡ്, റിജക്ട് ചെയ്തിട്ടുണ്ടാവും. റിജക്ട് ടേൺ ഡൗൺ. സോ ഓൾ ദ റിക്വസ്റ്റ് വെയർ ടേൺഡ് ഡൗൺ, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ടേൺ ഡൗൺ ബൈ ദ, അപ്പോൾ ടേൺ ഡൗൺ അറിയുന്നതുകൊണ്ട് ഉപയോഗമായി. ഓക്കെ, അത് ഫില്ല് ചെയ്തു, അത് പോയി. By the big crowd that assembled there. But when the tiger emerged from the cage and dashed the crowd and go for the crowd, അല്ലേ, ക്രൗഡിന് വേണ്ടിയിട്ട് ക്രൗഡിന് എഗെയിൻസ്റ്റ് ചാടി and went for the crowd. Go for ന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക, went for. അത് നിങ്ങൾക്ക് സെൻസ് ഉണ്ടാക്കുന്നില്ലേ? went for. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായാലും ഗോ ഓൺ ആയിരിക്കില്ല, പുട്ടപ്പ് വിത്ത് ആയിരിക്കില്ല. എന്ത് പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ടോളറേറ്റഡ് ദി ക്രൗഡ് എന്നല്ല. But when the tiger emerged from the cage and ക്രൗഡിനെ സഹിച്ചു, then they ran for their lives പറയുന്നത് ശരിയല്ല. ടൈഗർ എന്തെങ്കിലും ചാടി കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കില്ല അവർ ഓടിപ്പോയത്. ടോളറേറ്റ് ചെയ്താൽ പിന്നെ അവർ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പുട്ടപ്പിത്ത് എന്തായാലും ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല. ആൻഡ് went for, go for എന്ന് പറഞ്ഞാൽ ചാടി കയറിയിട്ട് പിടിക്കാം. ഓക്കെ, went for the crowd, they ran for their lives. അപ്പം ഇനി 1, 2 അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തു, നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്നത്. ഇനി ഇത് രണ്ടും ബാക്കിയുള്ളൂ, അത് നിങ്ങൾ ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യണം. ബിയിൽ ദ ഫിലിം ക്രൂ പുട്ടപ്പ് വിത്ത് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദി ഫീൽഡ് ആണോ? അല്ല. ടോളറേറ്റഡ് റിക്വസ്റ്റിംഗ് അല്ല, റിക്വസ്റ്റ് ചെയ്യാണ് അവർ. അപ്പം പുട്ടപ്പ് വിത്ത് ടോളറേറ്റും റിക്വസ്റ്റും ഒരുമിച്ച് നടക്കില്ല. ഒന്നെങ്കിൽ ടോളറേറ്റ് ചെയ്യുക, അല്ല റിക്വസ്റ്റ് ചെയ്യുക പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എന്തായാലും അല്ല. പിന്നെ എന്തായിരിക്കും? ഗോ ഓൺ ആയിരിക്കും. അങ്ങനെയാണ്, അങ്ങനെ ചെയ്താൽ മതി. അപ്പം ദ ഫിലിം ക്രൂ ഗോ ഓൺ റിക്വസ്റ്റിങ്ങിന് പകരം പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ വെന്റ് ഓൺ റിക്വസ്റ്റിംഗ്. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെക്ക്. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കും. എന്നിട്ട് ആകെ ടിക്ക് ഇടുക, ഓൾറെഡി ചെയ്തൊക്കെ ടിക്കിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കും മറ്റൊരിടത്ത് എന്തായിരിക്കും. അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് നിങ്ങളുടെ പരീക്ഷ സംഭവിക്കാൻ വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ലിസ്റ്റ് തരുമ്പോൾ ഏതെങ്കിലും 2 3 എണ്ണം നിങ്ങൾക്ക് എന്തായാലും അറിയുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ടോളറേറ്റ് ചെയ്യുക, ടേൺ ഡൗൺ നിങ്ങൾക്കറിയാം, അത് റിജക്റ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും 1 2 3 നിങ്ങൾക്ക് അറിയായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ബാക്കി നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് ആയിരക്കണക്കിന് ഫ്രേസൽ വേർബ്സ് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്താൽ നിങ്ങളൊരു 90% സെറ്റായി. ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, 4 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 90% 100 ആക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റിനും 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ആൻസർ. അപ്പം നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്യുക 2020 എന്ന് എഴുതിയിട്ട് ഇത് എൻ്റെ ആൻസർ എന്താണ്, ബീൻ്റെ ആൻസർ എന്താണ്, സീൻ്റെ ആൻസർ എന്താണ്, ഡീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. സെയിം നിങ്ങൾ അതേ കമൻറ്റിൽ തന്നെ 2019 എഴുതിയിട്ട് എൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, ബീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, സീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, ഡീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. 2018 ഞാൻ കൊടുത്തിട്ട് വീഡിയോ പോസ് ചെയ്തോ. എന്നിട്ട് എൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, ബീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, സീൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, ഡീൻ്റെ ആൻസർ ഇല്ല, ഡി ഇല്ല. ഈ 3 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾ തെറ്റിയാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു 500 പേര് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ആൻസർ ഇട്ടുതരാം. കാരണം നിങ്ങളും പണിയെടുക്കണം, എന്നാലേ ഞാൻ പണിയെടുക്കുള്ളൂ. ഓക്കെ, നിങ്ങളും കുറച്ച് ഡെഡിക്കേഷൻ കാണിച്ചാലേ ഞാൻ ഡെഡിക്കേഷൻ ഉള്ളൂ. അപ്പോൾ 500 കമൻറ്റ്സ് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ ആൻസർ ആയി 500 പേര് ആൻസർ ചെയ്താൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ തരാം. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള പണി. ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഹോംവർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്കിന് എന്തായാലും നിങ്ങളുടെ പരീക്ഷ ചോദ്യം വരും. ആ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ പ്ലീസ് ഡു ദിസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളൊരു ഫ്രണ്ടിനും കൂടി ഒരു 4 മാർക്ക് വെറുതെ കൊടുക്കാം, അവൾക്ക് നിങ്ങൾക്ക് ഈ 4 മാർക്ക് കിട്ടണം നിങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ക്ലാസ് കാണുന്നവരെ അടിപൊളിയായിട്ട് നന്നായി പഠിക്കുക. ഓൾസോ ഇതുപോലത്തെ കുഞ്ഞു ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ വീഡിയോസോ ഇംഗ്ലീഷ് വീഡിയോസോ അല്ലെങ്കിൽ ഡിസ്കോഴ്സ് വീഡിയോസോ ഫോർമാറ്റിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആ കാര്യം കൂടി പറയാം. ബൈ ടേക്ക് കെയർ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.